എൻ്റെ കുട്ടികൾ പോലും എനിക്ക് എന്തെങ്കിലും കുട്ടികളായാലും എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ കുട്ടിയാണ്. ഞാൻ ആരുടെ അമ്മ ആവത്തില്ല, ആൻറ്റി ആവത്തില്ല. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ മഴയുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് ഒരു ക്ലിപ്പ് കണ്ടോ? അതായത് ഇഷാനി കൃഷ്ണകുമാറിൻ്റെ ചാനലിൽ ഇന്നലെ അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അതായത് Q&A സെഷനാണ്. ബേസിക്കലി അവർ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഒരു Q&A സെഷൻ ചെയ്തിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഭയങ്കര ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 100% ആറ്റിറ്റ്യൂഡ് ആൻഡ് 0% ആപ്റ്റിറ്റ്യൂഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നി. വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഇതൊരു എളിയ ശ്രമമാണ്, തമാശയായിട്ട് കണക്കാക്കണം. ദയവചിത അതിൻ്റെതായ സെൻസിൽ എടുക്കുമോ എന്നുള്ളത് അറിയില്ല. കാരണം വെച്ചാൽ ഹിസ്റ്ററി അതാണേ. നമ്മുടെ ചരിത്രം പറയുന്നത്, ചരിത്രത്തിൻ്റെ ഏടുകൾ മറിച്ചു നോക്കുന്ന സമയത്ത് പലവർക്കും ഉണ്ടായിട്ടുള്ള പല രീതിയിലുള്ള അഭിപ്രായങ്ങളും നമുക്ക് കാണാൻ കഴിയും. എന്താണെങ്കിലും വീഡിയോയിലേക്ക് കടക്കുന്ന സമയത്ത് വീഡിയോയിൽ 2 കാര്യമാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. ഒന്ന്, അവരുടെ കരിയർ അംബീഷൻ. അല്ല, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ അടർത്തി എടുത്തിട്ടുള്ള പേജുകൾ 2 എണ്ണമാണ്. ഒന്ന്, അവരുടെ കരിയർ അംബീഷൻ. രണ്ടാമത്, വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം ഒരു കുട്ടിയാവുകയാണെങ്കിൽ ആ കുട്ടി എന്ത് നിങ്ങളെ വിളിക്കും എന്ന് അവരുടെ വെൽവിഷേഴ്സ് ആരോ ചോദിച്ചു അത്രേ. അപ്പോൾ ചോദിച്ചതിനുള്ള ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള എന്തൊക്കെയോ ആയിട്ടുള്ള രീതിയിലുള്ള മറുപടികൾ കൊടുത്ത സമയത്ത് എനിക്ക് മാത്രമല്ല, കമൻറ്റ് ബോക്സിലുള്ള പല ആൾക്കാർക്കും, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ളവർക്ക് മാത്രമല്ല, എനിക്കും തോന്നിയൊരു സംഭവമുണ്ട്. കോമൺ സെൻസ് കുറവുണ്ട് തോന്നുന്നുണ്ട്. അതോ കോമൺ സെൻസ് തീരെ ഇല്ലാത്ത മാതിരി തോന്നി. നോക്കൂ, ഇവരുടെ ഈ ഫാമിലിയിൽ ഇവരുടെ അവരെല്ലാവരും സോഷ്യൽ മീഡിയയിലുണ്ടാട്ടോ ഞാൻ ഈ ഫാമിലിയുടെ കാര്യം പറയുന്നത്. ഇവരുടെ ഫാമിലിയിൽ എനിക്ക് തോന്നുന്നു ആ മൂത്ത കുട്ടി, അഹാനല്ലേ, മൂത്ത കുട്ടിക്കാണ് കുറച്ചൊരു പബ്ലിക്കിൽ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവരെ ശ്രദ്ധിച്ചിട്ടുള്ളൂ. എനിക്ക് അവരുടെ കേസിൽ അവർക്ക് കുറച്ചൊക്കെ ഒരു കോമൺ സെൻസുള്ള സംസാരം പോലെ, അല്ലെങ്കിൽ വായ തുറന്നു കഴിഞ്ഞാൽ എയറിൽ പോവാത്ത രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ട് അവർ തോന്നി. ബാക്കിയുള്ള എല്ലാവരും എനിക്ക് തോന്നുന്നു ബ്യൂട്ടി, മേക്കപ്പ്, എവറിത്തിങ് ഇസ് ഫൈൻ. പക്ഷേ എന്തെങ്കിലും കാര്യമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോണ്ടന്റ് ഉണ്ടാവും. മാത്രമല്ല ബഹിരാകാശത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ളൊരു ടോപ്പിക്കാണിത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവർ Q&A സെഷൻ ഒരുപാട് ദിവസമായിട്ട് വെച്ചിട്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അവരൊരു പോസ്റ്റ് ഇടുന്നു, ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നതിൽ കാര്യപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്, കുറച്ച് അവരുടെ ആ ഒരു ഹെയറിൻ്റെ കാര്യങ്ങളും പ്രോഡക്ട്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ഫൈൻ, നോ പ്രോബ്ലം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആദ്യം കാണിച്ചിട്ടുള്ള പോർഷൻ എന്താ വെച്ചാൽ, ഈ കുട്ടി ഉണ്ടാവുണ്ടല്ലോ, അവരുടെ സിസ്റ്ററുടെ കുട്ടി ഉണ്ടാവണം, ആ കുട്ടി എന്ത് നിങ്ങളെ വിളിക്കും എന്ന് ആരോ ഒരാൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിന് അവർ കൊടുത്തിട്ടുള്ള ഒരു മറുപടിയുടെ ചെറിയ പോർഷനാണ് ഫസ്റ്റ്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് മനസ്സിലായില്ല. അപ്പം നമുക്ക് എന്താ വെച്ചാൽ എല്ലാവർക്കും കൂടെ ഒന്ന് ചർച്ച ചെയ്തിട്ട് എന്താണ് അവർ പറയുന്നത് നോക്കാം. മാത്രമല്ല കമൻറ്റ് ബോക്സിൽ എന്താണ് ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ള സംഗതി കൂടി നോക്കാം. നമുക്ക് വീഡിയോയിൽ കിടക്കാം. What do you want Ozzy's baby to call you? എനിക്ക് എന്നെ കുഞ്ഞമ്മാന്നോ ചിറ്റാന്നൊക്കെ വിളിച്ചാണല്ലോ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം എൻ്റെ മനസ്സിൽ ഞാനിപ്പോഴും ഒരു കുട്ടിയാണ്. ലൈക്ക് വേറൊരു കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ, അല്ലാതെ എന്നെ ഒരു വലിയ അഡൾട്ടായിട്ട് കാണരുത്. മനസ്സിൽ എല്ലാവരും കുട്ടികളാണ്, വിച്ച് ഇസ് വെരി ഗുഡ്. ആ ഒരു പോർഷൻ അവർ പറഞ്ഞത് നല്ല കാര്യം. മനസ്സിൽ കുട്ടിത്തം കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യമില്ല. പക്ഷേ ജനിച്ച് വീണ് സംസാരം തുടങ്ങുന്ന ഒരു കുട്ടി, അതും അനിയത്തിൻ്റെ കുട്ടി, ചേച്ചിയുടെ കുട്ടിയൊക്കെ കുഞ്ഞമ്മ എന്ന് വിളിക്കാതെ ആ കുട്ടി നിങ്ങളെയും ഒരു കുട്ടിയായിട്ട് കാണുക എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു ലോജിക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല. എന്നുവെച്ചാൽ ഞാൻ ഇമ്മച്യൂറാണ്, അങ്ങനെയല്ല, എനിക്ക് ഇവിടെ വളർച്ചയുണ്ട്. എന്നാലും എൻ്റെ മനസ്സിൽ ഞാനിപ്പോഴൊരു കുട്ടിയാണ്. ഇപ്പം ലിയാൻ പോലും നമ്മളെയൊക്കെ പേരാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്കതാ ഇഷ്ടം. സോ എന്നെ മിക്കവാറും ഞാൻ പേരെ വിളിക്കാൻ പറയൂ. ഐ ഡോണ്ട് മൈൻഡ്. ബിത്തുന്നോ ഇഷാനിന്നോ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫോം വിളിക്കാൻ പറയും. അല്ലാതെ എനിക്ക് എന്നെ സീരിയസ് ആയിട്ട്, നമ്മൾ പോലും അമ്മയുടെ സിസ്റ്ററിനെ കുഞ്ഞമ്മ എന്നല്ല വിളിക്കുന്നത്, നമ്മൾ ചിന്നമ്മ എന്നാണ് വിളിക്കുന്നത്. ചിന്നമ്മ ഇസ് ദ തമിഴ് വേർഷൻ ഓഫ് കുഞ്ഞമ്മ ഉള്ളി. പക്ഷെ കുഞ്ഞമ്മ എന്നുള്ള വാക്ക് നമുക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും. എന്തോ നമ്മൾ ഒട്ടും കേട്ട് പരിചയമില്ലാത്ത. സോ കുഞ്ഞമ്മ ഇസ് cringe, you know. Kunyama is cringe and Shinama is also cringe. നമുക്ക് അങ്ങനെ ക്രിഞ്ച് ആയിട്ട് തോന്നും. ഐ എം സോറി. ഓപ്ഷൻ. പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, ചിറ്റ എന്നൊക്കെ വിളിക്കുമ്പോൾ ഐ ഡോണ്ട് നോ അത് എന്ത് റിലേഷനിലാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതും നമുക്കൊരു കോമഡിയാണ്, നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. അപ്പോൾ ഞാൻ പേര് വിളിക്കാനായിരിക്കും പറഞ്ഞത്. എൻ്റെ പേര് വിളിച്ചു തുടങ്ങാൻ കുട്ടി കുറച്ച് കാലം എടുക്കും. എന്നാലും
എന്നെ പേര് വിളിച്ചാൽ മതി, ഓർ സം ഷോർട്ട് ഫോം ഓഫ് മൈ നെയിം. എൻ്റെ കുട്ടികൾ പോലും എനിക്ക് എന്തെങ്കിലും കുട്ടികളായാലും എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ കുട്ടിയാണ്, ഞാൻ ആരുടെ അമ്മ ആവത്തില്ല, ആൻറ്റി ആവത്തില്ല. ഇതാണ് നമ്മുടെ പോർഷൻ. യു സീ ദി ഐറണി, ഡോണ്ട് യു? എൻ്റെ ഒരു പ്രാവശ്യം കൂടി കേൾക്കാം, ഒരു പ്രാവശ്യം കൂടി കേൾക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. എൻ്റെ കുട്ടികൾ പോലും എനിക്ക് എന്തെങ്കിലും കുട്ടികളായാലും എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ കുട്ടിയാണ്, ഞാൻ ആരുടെ അമ്മ ആവത്തില്ല. ഓ അങ്ങനെ ലാലേട്ടൻ പറഞ്ഞാൽ ഇപ്പം ടെക്നിക്ക് പിടികിട്ടി. അതായത് സ്വന്തം കുട്ടികളായി കഴിഞ്ഞാലേ കുട്ടികളെ അമ്മ എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ അമ്മയുടെ കുട്ടിയാണല്ലോ, എല്ലാവരും അങ്ങനെ അമ്മമാരുടെ കുട്ടികളാണല്ലോ. അപ്പോൾ അവരുടെയൊക്കെ മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അയ്യോ കുട്ടി എന്ന് വിളിക്കട്ടെ മക്കള്. അതെന്താണ് വിളിക്കുക എന്നുള്ളത് കമൻറ്റ് ബോക്സിലേക്ക് നമുക്ക് പോവാം. കമൻറ്റ് ബോക്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഓരോരുത്തർ കുട്ടികളൊക്കെ എന്ത് വിളിക്കണം എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഓൺ എ സീരിയസ് നോട്ട് ഈ ഒരു ഇതിലൊരു കാര്യം പറയാം. ഒരുപക്ഷെ ചിലപ്പോൾ സ്ത്രീകൾക്കാണ് ഇതിനൊന്നും കൂടി കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുക. മദർഹുഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. സോ ഇസ് ദ ഫാദർഹുഡ് ഓൾസോ അല്ലേ. അച്ഛനാവുക അമ്മയാവുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക തരം ഫീലിംഗ് ആണ്. ഇതൊന്നും പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാവില്ല. സോ ഓൺ എ സീരിയസ് നോട്ട്, തമാശ രൂപത്തിൽ പറയല്ല. അമ്മ എന്ന് വിളി കേൾക്കാൻ കൊതിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഈ ലോകത്ത് അല്ലേ. അച്ഛാന്ന് വിളിക്കാൻ കൊതിക്കുന്നവരുണ്ട്. പക്ഷെ അമ്മ എന്ന് വിളിക്കാൻ കൊതിക്കുന്നവരായിട്ട് ഒരുപാട് പേരുണ്ടായിരിക്കും. നിങ്ങളും അതിലൊരാളാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യൂ. ഒരു കുട്ടി ജനിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അത് ആദ്യം എന്ത് വിളിക്കുന്നു? ആ അമ്മയെ നോക്കിയിട്ട് അമ്മ അമ്മ എന്നുള്ള ആ ഒരു ദി പ്യോറസ്റ്റ് വേർഡ് അല്ലേ, നമ്മൾ കേൾക്കുന്നതിൽ വെച്ച് ഏറ്റവും പ്യോറസ്റ്റ് വേർഡാണ് അമ്മ. വെദർ ഇറ്റ് ബി മമ്മി ഓർ ഞാൻ പറയാം അമ്മ എന്ന് നമ്മുടെ ഇതിലിട്ട മലയാളത്തിൽ. അപ്പോൾ അമ്മ എന്നുള്ള ആ വിളിക്ക് കാതോർത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്, എത്രയോ അമ്മമാരുണ്ട് അല്ലേ. അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ ഇതുപോലത്തെ സംഗതികൾ കൊണ്ടുവരുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി എൻ്റെ പഴയ ഒരു തോട്ട് ഞാൻ പറയില്ലേ, പഴയ 80കളിലെ വസന്തങ്ങളുടെ ചിന്താഗതിയിൽ തോന്നിയതാണോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതാണ് ഒരു വിഷയം. ഓക്കെ, അവരുടെ ഇഷ്ടം. നമുക്ക് കമൻറ്റ് ബോക്സിലേക്ക് പോവാം. ഇനി രണ്ടാമത്തെ ഒരു വിഷയമുണ്ട്. എന്താവണം ആണ് ആഗ്രഹം, അതായത് ലൈഫിൽ എന്താവണം. സ്വാഭാവികമായിട്ടും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സപ്പോസ് നിങ്ങൾ ഈ യൂട്യൂബർ അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്താവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ നടനല്ലായിരുന്നെങ്കിൽ, നിങ്ങൾ നടിയല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്താകുമായിരുന്നു എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻസ് ഒരുവിധം എല്ലാവരോടും സെലിബ്രിറ്റീസും വെൽ നോൺ ആൾക്കാരോടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഞാനൊക്കെ ഇതുവരെ കേട്ടിട്ടുള്ള അത്യാവശ്യം കുറച്ചൊക്കെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് എന്താ പറയുക ഉത്തരങ്ങളാണ്. പക്ഷേ ഇവിടെയും ഇവർ ഡിഫറെൻ്റ് ആയത്, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്, ഔട്ട് ഓഫ് ദ വേൾഡ്. നോക്കാം എന്താണ്. What if you were not a social media person? Where would you be now career-wise? I don't know actually, because ഞാൻ ഒരിക്കലും ഒരു ഭയങ്കര സ്റ്റുഡിയസ് പേഴ്സൺ അല്ലായിരുന്നു. വെരി ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ കഴിവ് വെച്ച് ഞാൻ എവിടെ എത്തും എന്ന് എനിക്കറിയില്ല. ബട്ട് അതല്ലാതെ ഇപ്പം പഠിത്തം നോക്കുന്നില്ല എങ്കിൽ എനിക്ക് അല്ലാതെ ഉണ്ടായിരുന്ന ആഗ്രഹം, എനിക്ക് പൈലറ്റ് ആവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പഠിക്കാതെയോ? പഠിക്കാതെ പൈലറ്റോ? യു മീൻ വിമാനം ഓടിക്കുന്ന പൈലറ്റ് അല്ലേ ഉദ്ദേശിച്ചത്? ഭഗവാനെ, വേറെ വല്ല പൈലറ്റുമാരുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. വേറെ ഈ പഠിക്കാത്ത രീതിയിൽ പൈലറ്റ് ആവുന്ന വേറെ വിമാനം പറത്തണ ഷുർ അതാണോ? ഊതി പേപ്പർ കൊണ്ട് അതല്ലല്ലോ. അല്ല, എൻ്റെ അറിവിൽ പൈലറ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് അടിസ്ഥാന വിദ്യാഭ്യാസം പിന്നെ അതിന് കുറച്ച് പഠിത്തമൊക്കെ വേണം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ പൈലറ്റ് ആവാൻ ഐ തിങ്ക് ഫിസിക്സ് ഒക്കെ അത്യാവശ്യം അറിയണം. ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് ഷുവർ. പൈലറ്റ് ലേശം ബയോളജി, ലേശം മാത്സും, ലേശം എന്ത് ചെയ്യും ഭഗവാനെ. ഇങ്ങനെ അല്ലാതെ എങ്ങനെ റിയാക്ട് ചെയ്യുക നിങ്ങൾ പറഞ്ഞു തരൂ എനിക്ക്. ബൈ ദ വേ, ഇതിൻ്റെ ഇടയിൽ കൂടി പറയാൻ വിചാരിക്കരുത് പ്ലീസ്. നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പൈലറ്റല്ല, ആരുമല്ല. അതുകൊണ്ട് ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളൂ, ഓർത്തപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു നിർത്തി നോക്കാം. അല്ലെങ്കിൽ എയർഫോഴ്സ്, ആർമി അങ്ങനെയൊക്കെ ഉള്ള ഫീൽഡിലാണ് എനിക്കിഷ്ടം. എനിക്ക് 9 to 5 ജോബ്സ് ഇഷ്ടമല്ല. പിന്നെ ഒരു അല്ലാതെ പൊതുവേ കണ്ടുവരുന്ന ജോബ്സിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എപ്പോഴും ഞാൻ കൾച്ചറലി ആയിരുന്നു സ്കൂളിലാണെങ്കിലും ഒക്കെ ആക്റ്റീവായിട്ടുള്ളത്. അല്ലാതെ എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്. പൈലറ്റും ഡ്രൈവിങ്ങും സെയിം അല്ല, പക്ഷേ both are same. എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല. പൈലറ്റും
അയ്യോ, ഐ മീൻ യു മീൻ എയറിൽ സഞ്ചരിക്കുക, ബഹിരാകാശം, റോക്കറ്റ്. പൈലറ്റിന് ആലോചിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. യെസ്, പൈലറ്റ്. സോറി, പൈലറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സലീം കുമാറിന് ഓർമ്മ വരുന്നു. CID മൂസയിലല്ലേ, CID മൂസയിലെ സലീം കുമാറിനെ. ക്ഷമിക്കുമോ ദയവ് ഇത്? എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ ഒന്നും റിയാക്ട് ചെയ്യണം വിചാരിച്ചല്ല. ദയവ് ചെയ്ത് ക്ഷമിക്കുക. അല്ലാത്ത ഒരു രീതിയിൽ ഇതൊക്കെ നിങ്ങൾ തന്നെ ഒന്നുകൂടി ഇവരെന്നെ ഒന്നുകൂടി എടുത്ത് കേട്ട് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഇവരെന്നെ ഇതുപോലെ ചിരിച്ചുകൂടായില്ല കേട്ടോ. പിന്നെ എനിക്ക് അമ്മയൊക്കെ പണ്ടെപ്പോഴേക്ക് പറഞ്ഞു ആർമിയിൽ പോകും അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു കോമഡിക്കായിരിക്കും, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ അല്ല, വളരെ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. അയ്യോ ഭഗവാനെ. ഫിസിക്കലി ഒക്കെ എന്തെങ്കിലും ചെയ്യേണ്ട തരം ജോലികളോടാണ് വെറുതെ ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന് ചെയ്യുന്ന കാട്ടിലും ഇഷ്ടം. പിന്നെ ഫാഷൻ ഡിസൈനർ അങ്ങനെയൊക്കെ ഉള്ളതും വലിയ കുഴപ്പമില്ല, കാരണം എനിക്ക് കുറച്ച് നാച്ചുറലി ഇൻട്രസ്റ്റ് ഉള്ളൊരു. അത് നല്ലതാട്ടോ, അത് സീരിയസ്ലി അതവർക്ക് പറ്റുന്ന ഒരു ജോലിയാണ്. പക്ഷെ നമുക്ക് തൽക്കാലം പൈലറ്റ് എന്ന് വെക്കാം. മതി മതി, തൽക്കാലല്ല, പൈലറ്റ് മതി. അത് മതി, അതിൽ ഫിക്സ് ചെയ്തു. യു ആർ എ പൈലറ്റ്. ഇനി ഒരു വിമാനം കിട്ടിയാൽ മതി. യു ക്യാൻ സ്റ്റാർട്ട്. ആൻഡ് ബൈ ദ വേ, എനിക്ക് തോന്നുന്നു ഈ ഇൻ്റർവ്യൂ ഇറങ്ങിയതിന് ശേഷം ഏകദേശം പൈലറ്റിൻ്റെ ഒരവസ്ഥയിലായിരിക്കാം. ബിക്കോസ് യു മൈറ്റ് ബി സംവെയർ യുനോ ഫ്ലൈറ്റ് റേഡാറിലൊക്കെ കിട്ടുമെന്നുള്ളത്. മറ്റേ ആപ്സൊക്കെ ഉണ്ടല്ലോ, റേഡാറിൽ നോക്കുന്ന സമയത്ത് കിട്ടുമെന്നുള്ള അറിയില്ല. ഈ ഒരു ഇൻ്റർവ്യൂ ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ഷമിക്കണം കേട്ടോ, ഈ രീതിയിലൊക്കെ പറഞ്ഞു പോവാണ്. ക്ഷമാപണം. പക്ഷേ പണ്ട് എനിക്ക് പൈലറ്റ് ആവാൻ പറ്റില്ലായിരുന്നു, കാരണം പൈലറ്റ് ആവണമെങ്കിൽ 6on6 ഐ പവർ വേണം. ഇപ്പം അത് പറ്റും, പക്ഷേ പണ്ട് ഡിഗ്രി കഴിഞ്ഞ സമയത്തൊന്നും അതെനിക്ക് പോസിബിൾ അല്ലായിരുന്നു. പിന്നെ പിയേഴ്സിങ്സ് ഉണ്ട്. അത് എയർ ഹോസ്റ്റസ് ആവാനാണോ അതോ പൈലറ്റ്? എയർ ഹോസ്റ്റസ് ആവാൻ പിയേഴ്സിങ്സ് പാടില്ല എന്നുണ്ടല്ലോ. പൈലറ്റ് ആവാനും അങ്ങനെ ആണോ എന്തോ. അതൊക്കെ എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. സോ അതൊക്കെ പണ്ടേ ഇങ്ങനെ ക്രോസ് ഔട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. ബട്ട് ഇത് ഹൈപ്പോത്തറ്റിക്കലി ആയതുകൊണ്ട് ഹൈപ്പോത്തറ്റിക്കലി ആയതുകൊണ്ട് യു നോ വാട്ട് ഈ പറഞ്ഞ സംഗതി, അതായത് ചുരുക്കി പറഞ്ഞാൽ പൈലറ്റ് ആവണമെങ്കിൽ കാഴ്ചശക്തി എന്തൊക്കെയാണ് അവർ പറയുന്നത്. എനിക്കൊന്നും ഒരു പഠിക്കൽ ഇതിൻ്റെ ഈ സാധനം അങ്ങനെ പിടിച്ച് തിരിക്കാനും നീക്കാനും പൊന്തിക്കാനും ഒക്കെ അല്ലേ. നമ്മൾ ഈ സാധനം കുറച്ച് ദൂരം പോയി കഴിയുന്ന സമയത്ത് ഇതിങ്ങനെ പൊക്കി വലിച്ചാൽ മാത്രം അത് പൊന്തി പോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ഈ പോളിടെക്നിക്കിലൊന്നും പഠിക്കാത്തതുകൊണ്ട് യന്ത്രങ്ങളെ പ്രവർത്തനമൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇത് ഇഷ്യൂ ആയി എന്നുള്ളത് ഉള്ളതുകൊണ്ട് അവരുടെ ഒരു കമൻറ്റ് ഇതിനിടയിൽ വരുന്നുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് ഡിസപ്പോയിൻറ്റിങ് ഹൗ സം പീപ്പിൾ ജസ്റ്റ് ഡോണ്ട് ഗെറ്റ് ജോക്സ് അറ്റ് ഓൾ. ഭയങ്കര വിഷമകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. കുറച്ച് പേർക്ക് തമാശ മനസ്സിലാകുന്നില്ല. ആരാണ് അവിടെ? ആർക്കടാ തമാശ മനസ്സിലാവാത്തത്? ഗൈസ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ഓഫൻ ടോക്ക് ഇൻ എ സർക്കാസ്റ്റിക് ടോൺ ഹിയർ. ആ ശരി, ഇത് സർക്കാസ്റ്റിക് ടോൺ ആയിരുന്നു, അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ആൻഡ് ദർ ഇൻ മോസ്റ്റ് ഓഫ് മൈ വീഡിയോസ് അവർ സർക്കാസ്റ്റിക് ആയിട്ടാണ്. പ്ലീസ് ഡോണ്ട് ടേക്ക് എനിത്തിങ് സോ സീരിയസ്ലി. കം ഓൺ, സീരിയസ്ലി നമ്മൾ എടുക്കുമോ? ഇല്ല, അതൊക്കെ തമാശ രൂപത്തിൽ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി കമൻറ്റ് ബോക്സിലേക്ക് പോവാണ്. ഐ തിങ്ക് ഹെയർ കെയർ ഇസ് എ പ്രൊമോഷൻ. ഓക്കെ, അറിവില്ലായ്മ ഒരു കുറ്റമല്ല, പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ട് നടക്കരുത്. 218 ആൾക്കാർ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഷാജി ഷാംസ് എഴുതുന്നു, കൊട്ടാരക്കരയിൽ നിന്ന് അറിവില്ലായ്മയും അഹങ്കാരവും ഒന്നിച്ചു പുറത്തേക്ക് വന്നപ്പോൾ സംഭവിച്ചു പോയതായിരിക്കും. കൊട്ടാരക്കര എന്നൊക്കെ ഞാൻ കഴിഞ്ഞിട്ട് കേട്ടോ, അതൊന്നിക്കറിയില്ലേ. I think she doesn't have a common sense, so disappointed with most of the answers. I mean, she is not matured yet. Very true, that's what I understand. പിന്നെ ഞാൻ ഇതൊന്ന് കടമെടുത്താണ്. ആറ്റിറ്റ്യൂഡ് 0%, ആറ്റിറ്റ്യൂഡ് 100%. പൈലറ്റ് ആയില്ലെങ്കിൽ എന്താ, ഇപ്പോൾ ഫുൾ ടൈം എയറിലല്ലേ ചേച്ചി. ഒട്ടും അഹങ്കാരം തോന്നിക്കുന്നേ ഇല്ല. അയ്യോ, കുട്ടി വിളിക്കേണ്ട പേരൊക്കെ എഴുതിയിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല. So because your mom's daughter, your niece can't call you auntie and your future kids can't call you mom. Sounds like the start of a family sitcom. No titles allowed. Pretty soon everyone will be calling each other hey you. Seriously, അത് വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടോ. Not judging at all, just saying with love. Don't overthink the labels, they are just part of the body. വിവരമില്ലായ്മ ഒരു കുറ്റമല്ല. ഒരു കുഞ്ഞ് നിങ്ങളെ എന്ത് വിളിച്ചാലും, അതും സ്വന്തം ചേച്ചിയുടെ കുഞ്ഞ് എന്ത് വിളിച്ചാലും അത് സന്തോഷത്തോടെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് നല്ല ഒരു വ്യക്തിത്വം. അതിൻ്റെ വായിൽ നിന്നും അതിൻ്റെ വായിൽ കുഞ്ഞമ്മ എന്ന് വഴങ്ങുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യില്ലേ? വെരി ട്രൂ. നിങ്ങൾക്ക് 25 വയസ്സാകാറായില്ലേ? സീരിയസ് ആയിട്ട് കേട്ടോ, അത് വലിയൊരു ചോദ്യമാണ്. ഇങ്ങനത്തെ ഒരു ചോദ്യമൊക്കെ ഒരാൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഹൗ പത്തറ്റിക്, യുനോ. അതിൻ്റെ എനിക്കിങ്ങനെ പറയുമ്പോൾ നമ്മളെ റിയാസ് സലീമിൻ്റെ പോലെ ഓർമ്മ, അവൻ്റെ സംസാരം ഹൗ പത്തറ്റിക്, യുനോ.
അതിൻ്റെ മെച്യൂരിറ്റി ഒക്കെ കാണിച്ചുകൂടെ? നിങ്ങൾ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? പ്രായത്തിൻ്റെ നിലവാരം പുലർത്തി സംസാരിക്കുന്നു. ഓ, when you will become a mom, you will definitely wait for hearing your baby calling you amma. It's an emotion. Yes, currently I'm waiting for my baby to call me amma. He's 6 months old. 6 മാസമാണ് എൻ്റെ കുട്ടിക്ക് അമ്മ എന്ന് വിളിക്കാൻ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് സംഭവം. ഇഷാനിയുടെ കൊച്ചി ഇഷാനിയെ അയ്യോ 1000 ചില ലൈക്ക് ഇട്ട് കമൻ്റാണ്. ഇഷാനിയുടെ കൊച്ചി ഇഷാനിയെ പീതാംബരൻ എന്നായിരിക്കും വിളിക്കുക. അയ്യോ, അച്ഛൻ ഭാരത സംസ്കാരം പ്രൊമോട്ട് ചെയ്യുന്നു, മക്കൾ വെസ്റ്റേൺ. ഇഷാനിയുടെ അമ്മയുടെ കുട്ടിയാണ് ഇഷാനി. അതുപോലെയല്ല ഇഷാനിക്ക് മക്കളാകുമ്പോൾ ഏജ് കൂടുന്നുണ്ട്, അത് സമ്മതിക്കുക. അമ്മ എന്നത് ഒരു വികാരമാണ്. കുഞ്ഞുങ്ങൾ മാ എന്നാണ് ആദ്യം വിളിക്കുന്നത്. അത് ആദ്യം അത് ആരും പഠിപ്പിക്കുന്നതല്ല. വെരി ഗുഡ്. അപ്രിയ സത്യങ്ങൾ പ്രായമായാൽ അംഗീകരിക്കാൻ വയ്യ. ഇതുപോലെയാണ് ഇതിൻ്റെ കമൻറ്റ് ബോക്സ്. ഐ ഡോണ്ട് നോ ഈ വീഡിയോൻ്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും, ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതെനിക്ക് ഈ വീഡിയോ കണ്ട സമയത്ത് സീരിയസ് നോട്ടിൽ റിയാക്ട് ചെയ്യാനാണ് തോന്നിയത്. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് എന്തോ എനിക്ക് തോന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഔട്ട് ഓഫ് ദി 4 ഇവരുടെ കുട്ടികൾ 4-5 കുട്ടികളൊക്കെ ഉണ്ട്. അവരുടെ മക്കളെ സിറ്റുവേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് മൂത്ത കുട്ടിയുടെ സംസാരം സൗണ്ട്സ് മോർ മച്ചുവറാണ്. അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇതെന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ കുറച്ചൊക്കെ ഒരു ക്വാളിറ്റി വേണം, അല്ലേ? ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. ക്വാളിറ്റി പറഞ്ഞാൽ നമുക്ക് ഒരു നമ്മുടെ ചിന്ത, അല്ലേ? കുറച്ചൊക്കെ ഒരു, അല്ലേ, എന്താ ഇപ്പം ഇനി പറയുക, എന്താ അതിനുള്ളൊരു വാക്ക് എന്ന് നിങ്ങൾ പറയുക. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഒരു സർക്കാസ്റ്റിക് രൂപേണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് നമ്മളതിന് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്തെന്ന് മാത്രം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. പൈലറ്റ് ആയില്ലെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. ഐ മീൻ എയർ പൈലറ്റ്, മിസ്റ്റർ പൈലറ്റ്. ടേക്ക് കെയർ. ബൈ.